ഹൈ, പരിണാമവും മതവും എപ്പോഴും ഒരു തർക്കവിഷയമാണല്ലേ? പക്ഷെ എന്താണ് ശരിക്കും ഈ തർക്കത്തിന്റെ പിന്നിലുള്ള കാരണം? അത് വെറും ശാസ്ത്രം മാത്രമാണോ? അതോ നമുക്കറിയാത്ത മറ്റെന്തെങ്കിലും അതിനകത്തുണ്ടോ? ശരി, നമുക്കതൊന്ന് ആഴത്തിൽ നോക്കാം. അപ്പോ എവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്? ഇത് ശരിക്കും ശാസ്ത്രവും മതവും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം തന്നെയാണോ? അതോ നമ്മൾ കാണാതെ പോകുന്ന, ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന വേറെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഈ ഒരു ചോദ്യത്തിനാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പലപ്പോഴും പരിണാമ സിദ്ധാന്തത്തെ മതത്തിനെതിരായ ഒരു ആയുധം പോലെ ചിലർ ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പുതിയ നിരീശ്വരവാദം അഥവാ ന്യൂ ഏഥിയിസം പോലെയുള്ള ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ചില ഗ്രൂപ്പുകളൊക്കെ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഈ രണ്ട് ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾ നോക്കൂ. ഒരു സൈഡിലെ ഡാർവീനിയൻ ആശയം പറയുന്നതെന്താ? നമ്മുടെ ചിന്തകൾ, നമ്മുടെ ധാർമ്മിക ബോധം, അങ്ങനെയുള്ളതെല്ലാം വെറും യാദൃച്ഛികമായ ചില ഭൗതിക നിയമങ്ങളുടെ റിസൾട്ട് മാത്രമാണെന്ന്. എന്നാൽ മറുവശത്ത് ഇസ്ലാമിക കാഴ്ചപ്പാട് നോക്കിയാലോ, അവിടെ ദൈവം, ആത്മാവ്, മാലാഖമാർ, അങ്ങനെയുള്ള അദൃശ്യമായ യാഥാർത്ഥ്യങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ആ ഒരു സംഘർഷം തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിണാമം എന്ന് പറയുന്നത് ഒരു പ്യോർ സയന്റിഫിക് തിയറി മാത്രമാണോ? അതോ അതിൻ്റെ കൂടെ നമുക്കൊരു പാക്കേജ് പോലെ ഒരു പ്രത്യേക തരം ഫിലോസഫി കൂടി കിട്ടുന്നുണ്ടോ? ഈ ഒരു വ്യത്യാസം തിരിച്ചറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് നാച്ചുറലിസം അല്ലെങ്കിൽ ഭൗതികവാദം എന്നൊരു ഐഡിയ കടന്നുവരുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ഈ ലോകത്ത് കാണുന്നതും തൊടാൻ പറ്റുന്നതുമായ ഭൗതികമായ കാര്യങ്ങൾ മാത്രമേയുള്ളൂ, പ്രകൃതി നിയമങ്ങൾക്കപ്പുറം ഒരു ശക്തിയുമില്ല എന്നൊരു വാദമാണിത്. പലരും പറയുന്നത് യഥാർത്ഥ തർക്കം പരിണാമമെന്ന ശാസ്ത്രത്തോടല്ല, മറിച്ച് ഈയൊരു ഫിലോസഫിയോടാണ് എന്നാണ്. ഈ ഒരു ഉദ്ധരണി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് എല്ലാം ഭൗതികമാണ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയ സത്യമല്ല, മറിച്ച് ശാസ്ത്രത്തിന്റെ ഒരു ലേബലൊട്ടിച്ച് അവതരിപ്പിക്കുന്ന ഒരു ഫിലോസഫിയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ അതൊരു വിശ്വാസമാണ്, അല്ലാതെ സയൻസ് കൊണ്ട് തെളിയിച്ചൊരു കാര്യമല്ല. അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയറായി വരുന്നുണ്ടല്ലേ? യഥാർത്ഥത്തിലെ ഫൈറ്റ് പരിണാമം എന്ന സയന്റിഫിക് പ്രോസസ്സിനോടല്ല, മറിച്ച് എല്ലാത്തിനെയും വെറും ഭൗതികമായി മാത്രം കാണുന്ന ഈ നാച്ചുറലിസം എന്ന ഫിലോസഫിയോടാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ദൈവം, ആത്മാവ്, മാലാഖമാർ എന്നതൊക്കെ വലിയ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ കംപ്ലീറ്റായി ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അവിടെയാണ് ഈ രണ്ട് ലോകവീക്ഷണങ്ങൾ നേർക്കുനേർ വരുന്നത്. ശരി, ഇനി നമുക്ക് ഈ ഫിലോസഫിയുടെ ചർച്ചയൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കാം. എന്നിട്ട് പരിണാമമെന്ന ശാസ്ത്രീയ പ്രക്രിയയെ മാത്രമൊന്ന് നോക്കാം. എന്താണ് ശരിക്കും സയൻസ് പറയുന്നത്? പരിണാമമെന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, പരിണാമം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 4 സ്റ്റെപ്പുകളുള്ള ഒരു പ്രോസസ്സാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ജീനുകളും അത് ജീവിക്കുന്ന ചുറ്റുപാടും തമ്മിലൊരു ഇൻറ്ററാക്ഷൻ തുടങ്ങുന്നു. രണ്ടാമതായി, ഈ ഇൻറ്ററാക്ഷൻ കാരണം ജീവികൾ പല പല ബ്രാഞ്ചുകളായിട്ട് പിരിയാൻ തുടങ്ങും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഓരോ ബ്രാഞ്ചും പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കും. നമ്മളതിനെ അഡാപ്റ്റേഷൻ എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. അവസാനം ഈ മാറ്റങ്ങളെല്ലാം പുതിയ പുതിയ ജനറ്റിക് വേരിയേഷനുകളിലേക്ക് നയിക്കുന്നു. കണ്ടില്ലേ? ഇതൊരു പ്യുവർ സയന്റിഫിക് വിശദീകരണമാണ്. ഇതിൽ ഫിലോസഫിയുടെ ഒരു കലർപ്പുമില്ല. അപ്പോൾ നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ഈ ഒരു വലിയ ചോദ്യത്തിലാണ്. പരിണാമ സിദ്ധാന്തത്തിന്റെ കൂടെ പലരും വെച്ചുകെട്ടുന്ന ഈ ഫിലോസഫിയുടെ ഭാരം അങ്ങ് ഒഴിവാക്കിയാൽ ശാസ്ത്രത്തിനും മതവിശ്വാസത്തിനും ഒരുമിച്ച് സമാധാനപരമായിട്ട് നിലനിൽക്കാൻ കഴിയുമോ? ഇതിന്റെ ഉത്തരം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് കണ്ടെത്തേണ്ട ഒന്നാണ്.